ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ തുടക്കക്കാർക്ക് ഏറ്റവും അധികം ഡ്രൈവിംഗിൽ മിസ്റ്റേക്കുകളും അപകടങ്ങളും വരാൻ സാധ്യതയുള്ളത് ഇടുങ്ങിയ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. പല ആൾക്കാർക്ക് ഇടുങ്ങിയ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സൈഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം വണ്ടിയുടെ വലത് സൈഡ് ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടിയെ മുട്ടാം, ഇടത് സൈഡ് ചിലപ്പം റോഡിന് വെളിയിലേക്ക് പോകാം. ഇനി ഇടത് സൈഡിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, മതിലോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ വാഹനത്തിന്റെ ഇടത് സൈഡ് മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ എങ്ങനെ നമുക്കൊരു വാഹനം പ്രോപ്പറായിട്ട് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് പേർക്ക് വില്ലേജ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൺട്രോളും ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ്മെന്റും കറക്റ്റ് ആകാറില്ല. എതിരെയൊക്കെ ഒരു വണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഞാൻ മാറ്റി വെട്ടിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം അടുത്തിരുന്ന് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് നൽകുക. വാഹനം ഓടിക്കാനായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത റൈറ്റ് ഇൻഡിക്കേറ്റർ വളരെ ഇടുങ്ങിയ ഒരു റോഡിലേക്ക് എൻ്റെ വാഹനം കയറുകയാണ്. ഇനി ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇനി ഡ്രൈവിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. എന്നാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ഒരു വളവുണ്ട്, ചെറിയ കാടൊക്കെ ഉണ്ട്. നമുക്ക് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് പരമാവധി ചേരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലെഫ്റ്റ് പരമാവധി ചേരുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡാഷ്ബോർഡിന്റെ അതായത് നടുഭാഗം കണ്ടോ, അതായത് നമ്മുടെ ഡാഷ്ബോർഡിന്റെ നടുഭാഗം കണ്ടോ, ഈ നടുഭാഗവും ഈ റോഡിന്റെ ലൈനും കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പരുവത്തിന് ഇത്രയും ചേർക്കുക. ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം റോഡിന്റെ പുറത്തേക്ക് ചാടത്തില്ല. റോഡിന്റെ ആ എൻഡ് ഭാഗം ചേർന്നായിരിക്കും നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് ചാടുമോ എന്നുള്ള ഒരു പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ലൈൻസ് എപ്പോഴും കാണുന്നത് നമ്മളുടെ ഡാഷ്ബോർഡിന്റെ ഈ നടുഭാഗത്തായിരിക്കണം, റോഡിന്റെ എൻഡ് ഭാഗം കാണുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി ലെഫ്റ്റ് ചേർന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. വീണ്ടും നിങ്ങൾ നോക്കിയാൽ ഇപ്പം ഞാൻ ലെഫ്റ്റ് ചേർന്ന് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വരികയാണ്. ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി മുന്നമേ വീണ്ടും ഇവിടെ ഒരു ഗട്ടർ കണ്ടു. ഗട്ടർ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ചേർത്തിടുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ലെഫ്റ്റ് സെന്റർ പോയിന്റ് വെച്ച് ഈ ലെഫ്റ്റ് ഭാഗം ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ കയറ്റം കയറി വരികയാണ്. ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൺ അടിച്ച് കൊടുക്കുന്നു. ഹോൺ അടിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ പരമാവധി ലെഫ്റ്റിലേക്ക് ചേരണം. അതായത് ഇപ്പം ഇവിടെ റോഡിന് വീതി കുറവാണ്, നമുക്ക് നല്ല രീതിയിൽ ലെഫ്റ്റിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ജഡ്ജ്മെന്റ് മെത്തേഡിൽ നമുക്ക് ചേർത്താൽ പോരെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ലെഫ്റ്റിലേക്ക് ആക്കാനായിട്ട് ഈ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് നിങ്ങൾ ഇതുണ്ട് ഈ ലെഫ്റ്റ് എൻഡ് ഭാഗം നോക്കുക. ഇത്രത്തോളം പരമാവധി നമുക്ക് ചേർക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് എതിരെ ഒരു വണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു വളവ് നമുക്ക് നല്ല രീതിയിൽ ചേർത്തെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പരമാവധി ഈ ഒരു മെത്തേഡിൽ ലെഫ്റ്റ് ചേർക്കുക. ഇനി ഇവിടെ ഒരു വാഹനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സ്പേസ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ജഡ്ജ്മെന്റ് മെത്തേഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഈ ഒരു വാഹനത്തെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഈ ഡാഷ്ബോർഡിന്റെ സെന്റർ ഏരിയ നോക്കുന്നു. ഇതിന്റെ പുറത്താണ് ഈ ഒരു വാഹനം കാണുന്നത്. അപ്പം നമുക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് ആ വണ്ടിയെ തട്ടാതെ നമുക്കൊരു നിശ്ചിത സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ സൈഡിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജഡ്ജ്മെന്റ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അകലം നമുക്ക് സൈഡിലുള്ള വാഹനവുമായിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഒക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ റോഡിന്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് മറ്റു വളവും ഇടുങ്ങിയ റോഡും ഒക്കെ ആയതുകൊണ്ട് സെക്കൻഡ് ഗിയർ തന്നെയാണ് ഏറ്റവും ഉചിതം. ഇത് ഞാൻ സെക്കൻഡിൽ തന്നെ ആണ് വരുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് തേർഡ് കൊടുക്കുന്നത്, ചെറിയൊരു നിരപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഇറക്കം പോലെയുള്ള ഒരു ഏരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് കൊടുക്കാം. ഒപ്പം തന്നെ സ്പീഡ് നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമില്ലെങ്കിൽ തേർഡിൽ പോകാതിരിക്കുക, സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുക. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ സ്പീഡിലും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിച്ചത് ഞാൻ ഇവിടെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ
നമ്മളിങ്ങനെ വരുന്നു, ഇവിടെ വീണ്ടും ഒരു ഹമ്പ് കണ്ടു. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് ക്ലച്ച് അയച്ച് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഈ ഹമ്പ് കയറി ഇറങ്ങി, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്യുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ഇവിടെ വീണ്ടും ചെറിയൊരു ഹമ്പ് കണ്ടു. എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് അയച്ച് പതുക്കെ ബ്രേക്ക് അയച്ച് നമ്മൾ ഹമ്പ് ഇറങ്ങുന്നു, ക്ലച്ചിൽ നിന്ന് വീണ്ടും റിലീസ് ചെയ്യുന്നു. വളരെ ഇടുങ്ങിയ ഒരു സ്പേസിലൂടെയാണ് ഞാനിത് ലെഫ്റ്റ് ചേർന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഹോൺ അടിക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി സ്പേസ് ഉള്ളിടത്ത് വണ്ടി സൈഡ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അവിടുന്ന് ഒരു വണ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് സ്പേസ് ഉള്ളത്, അവിടെ ഒരു വളവാണ്, അവിടെ നമുക്ക് ഒരു കാരണവശാലും വണ്ടി ഒതുക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് നമ്മുടെ വാഹനം സൈഡ് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഐഡിയ വരണം. അപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനത്തിന് കയറി പോകാനായിട്ടുള്ള സ്പേസ് കിട്ടും. ഇത് നിങ്ങളുടെ ഐഡിയയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓർത്തോണം, എപ്പോൾ വേണമെങ്കിലും ഒരു വണ്ടി കയറി വരാം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒതുക്കി കൊടുക്കുക. ഇത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയായിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇടാനായിട്ട് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ലൈൻ അലൈൻ ചെയ്തിട്ട് ഈ ലൈനിന് വെളിയിലാണ് പുറത്തൊരു വാഹനം ഉള്ളത്, കണ്ടോ? അപ്പോൾ നമ്മുടെ വാഹനത്തെ തട്ടാതെ, ആ വണ്ടിയെ തട്ടാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും. വീണ്ടും നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ ഗിയറിലാണ് വരുന്നത്. ബ്രേക്ക് ബാലൻസ് ചെയ്ത് ക്ലച്ച് ബാലൻസ് ചെയ്ത് നമ്മളിവിടെ വരുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത തേർഡ് ഗിയറിൽ ഇതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ വരികയാണ്. ഇതേ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇവിടെ മുന്നിലായിട്ട് ഒരു വളവ് കണ്ടു. വളവ് കണ്ടപ്പോഴത്തേനും നമ്മൾ തേടി തിരിയരുത്. ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യണം വളവ് തിരിയുന്നതിന് മുന്നേ. എന്നിട്ട് ക്ലച്ചിൽ കാലുണ്ടായിരിക്കണം, ബ്രേക്കിലും കാലുണ്ടായിരിക്കണം. പതുക്കെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ റോഡിൻ്റെ എൻഡ് ഭാഗം നിങ്ങൾ നോക്കിക്കൊണ്ട് ടേൺ എടുക്കുക. വീണ്ടും ബ്രേക്ക് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം. ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് സുഖകരമായിട്ട് മൂന്നാമത്തെ ഗിയർ ഡ്രൈവ് ചെയ്ത് വരാം. ഇനി നിങ്ങളൊരു തുടക്കക്കാരൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പരമാവധി സെക്കൻഡ് ഗിയറിലും, അതായത് ഫസ്റ്റിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള ഒരു പരിചയക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നമ്മളിനി അത്യാവശ്യം ഈ ഇടുങ്ങിയ റോഡിൽ നിന്ന് ഒരു വില്ലേജ് റോഡിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ഇത്രയും കൂടെ വീതിയുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് ഏരിയകൾ നോക്കി റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ക്ലച്ച് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇറങ്ങി. ഇനി ഈ വില്ലേജ് റോഡിൽ വണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ലെഫ്റ്റ് പരമാവധി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ സൈഡ് കൊടുത്തു, ആ വണ്ടിയെ തട്ടാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോരാനായിട്ട് കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും തന്നെ നിങ്ങൾ പരമാവധി ലെഫ്റ്റ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ എതിരെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ നല്ല രീതിയിലുള്ള സ്പേസ് കൊടുക്കണം. ഇനി ഒരു വലിയ ബസ്സോ ലോറിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം പുറത്തേക്ക് ഇറക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഇതുപോലെ പുറത്തേക്ക് ഇറക്കേണ്ട സിറ്റുവേഷൻ വരും. കാരണം വില്ലേജ് റോഡ് ആയതുകൊണ്ട് വണ്ടിക്ക് വീതി കുറവാണ്, റോഡിന് വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം റോഡിന് വെളിയിലേക്ക് ഇറക്കി നമ്മൾ സൈഡ് കൊടുക്കേണ്ടി വരും. ഫുട്പാത്തിലേക്കൊക്കെ നമ്മൾ ഇറക്കേണ്ട സാഹചര്യങ്ങൾ വരും. നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇറക്കിയേ പറ്റൂ, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഒരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ ബസ്സോ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറക്കാനേ മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ വരുന്ന വണ്ടി ഏതാണോ അതും കൂടെ ജഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.